എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം. ഇന്ത്യ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. ഗ്രാമദേശ് സേവക തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇന്ത്യ പോസ്റ്റ് gdsonline.gov.in ആണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വാലിഡായ മൊബൈൽ നമ്പറും വാലിഡായ ഇമെയിൽ അഡ്രസ്സും ഉണ്ടായിരിക്കണം. ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആകുന്നതുമാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട സമയം 10/2/2025 മുതൽ 3/3/2025 വരെയാണ്. ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള സമയം 6/3/2025 മുതൽ 8/3/2025 വരെയാണ്. BPM തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 12,000 രൂപ മുതൽ 29,380 രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത്. ABPM തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 10,000 രൂപ മുതൽ 24,470 രൂപ വരെയാണ് ശമ്പള സ്കെയിലായി ലഭിക്കുക. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. SC, ST, OBC, PWBD കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC, ST കാറ്റഗറിക്ക് 5 വർഷവും OBC കാറ്റഗറിക്ക് 3 വർഷവും PWBD കാൻഡിഡേറ്റ്സിന് 10 വർഷവും PWBD OBC കാൻഡിഡേറ്റ്സിന് 13 വർഷവും PWBD SC, ST കാൻഡിഡേറ്റ്സിന് 15 വർഷവുമാണ് ഏജ് റിലാക്സേഷനായി ലഭിക്കുന്നത്. ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിരിക്കുകയും വേണം. ഇതോടൊപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.indiapost.gdsonline.gov.in ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും സിസ്റ്റം ജനറേറ്റഡ് മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പൂർണ്ണമായി പൂരിപ്പിക്കാത്ത അപേക്ഷകൾ റിജക്റ്റ് ആകുന്നതുമാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഇന്ത്യ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.indiapost.gdsonline.gov.in ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതുമാണ്. 100 രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത്. വനിതകൾ, SC, ST കാൻഡിഡേറ്റ്സ്, PWBD കാൻഡിഡേറ്റ്സ്, ട്രാൻസ് വുമൻ കാൻഡിഡേറ്റ്സ് എന്നിവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ലാസ്റ്റ് ഡേറ്റിന് മുന്നായി അപേക്ഷ സമർപ്പിക്കുക. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്ന പ്രദേശത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. കേരള, ലക്ഷദ്വീപ്, മാഹി എന്നീ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രാദേശിക ഭാഷ മലയാളമാണ്. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 3/3/2025 ആണ്. ഓൺലൈൻ അപേക്ഷകൾ തിരുത്താനുള്ള സമയം 8/3/2025 വരെയാണ്. പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു സുവർണ അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക. ഡെയിലി ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.